ഹായ് ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രാം കോടത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നത് ഞാനും ജംഷിയും കൂടി ജംഷിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് കുക്കിംഗ് ഓപ്പൺ കുക്കിംഗ് ആണ്. അപ്പോൾ ഒരു ചിക്കന്റെ ഒരു വിഭവമായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരു ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ഇന്ന് ജംഷിക്ക് കാണിച്ചു കൊടുത്തത്. അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരും കേട്ടോ. അപ്പോൾ ചിക്കൻ കഴുകി എടുക്കുകയാണ്, പുറത്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകത്തിന്റെ പൊടി, നല്ല ജീരകത്തിന്റെ പൊടി, കുരുമുളകിന്റെ പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് പൊടികളായിട്ട് നമ്മൾ യൂസ് ആക്കുന്നത്. ഇതിലേക്ക് കുറച്ച് തൈരും ചെറുനാരങ്ങയുടെ ജ്യൂസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ സീക്രട്ടായിട്ട് ലാസ്റ്റ് ഒരു സാധനം ചേർക്കുന്നത്, അതാണ് ഇതിനെ ഈ ഒരു ടേസ്റ്റിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ നമുക്ക് ലാസ്റ്റ് ആണ് കേട്ടോ. ചിക്കൻ ക്ലീൻ ആക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കുന്ന എല്ലാവർക്കും അറിയാലോ. നമ്മൾ സീക്രട്ടായാണ് ഞാൻ പറഞ്ഞ സാധനം കേട്ടോ. നമ്മൾ വെളുത്തുള്ളി ഒന്നും തൊലി കളയാതെ ജസ്റ്റ് ഇങ്ങനെ കുത്തി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ചിക്കൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ ചിക്കന് നമ്മൾ തൊലിയൊക്കെ കൂട്ടിയിട്ട് തൊലിക്ക് നല്ല ഫ്ലേവർ ഉണ്ട് അതിന്റെ. അപ്പോൾ ഞാനിതാ കുറച്ചധികം വെളുത്തുള്ളി, ഇതേപോലെ 3 വെളുത്തുള്ളി കേട്ടോ, വലിയ വെളുത്തുള്ളി 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഇഞ്ചി ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചതക്കിയിട്ട് നമ്മൾ ഇതിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനോടെ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പൊടികൾ ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് തട്ടി കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് പിന്നെ ചേർക്കാം കേട്ടോ. ഇത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും നല്ലോണം പിടിച്ച് നല്ലോണം 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് മിക്സ് ആക്കി എല്ലാം റെഡിയാക്കിയ ശേഷം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തൈരും ചെറുനാരങ്ങയുടെ ജ്യൂസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. തൈര് അത്യാവശ്യം വേണം. അതേപോലെ ചെറുനാരങ്ങയുടെ ജ്യൂസും. പിന്നെ ഇതിന്റെ മിക്സിംഗിലാണ് കേട്ടോ ഇതിന്റെ ടേസ്റ്റ് ഇരിക്കുക. അപ്പോൾ നല്ലതുപോലെ മിക്സ് ആക്കണം. ഈ ചിക്കൻ നിങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമന്റ് ആയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇനി ഞാനിത് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ കാണാം. നമ്മൾ കാന്താരിമുളക് കേട്ടോ പറിച്ചെടുക്കുന്നത്. അതൊക്കെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിലേക്ക് എരിവിനായിട്ട് നമ്മൾ കാന്താരിമുളകാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ അത്രയും കാന്താരിമുളകാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കണം. ഒന്നും ചെറിയ കാരണം കുട്ടികൾക്കൊന്നും എരിവ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് അതേപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കാന്താരിമുളക് ഇതേപോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 മണിക്കൂറായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ പരിപാടി തുടങ്ങുകയാണ്. നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കുന്നത് ഈ ഒരു ചട്ടി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ കുറച്ചധികം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ഫ്രൈ രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണ ചൂടാകിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുറേശ്ശെ വേണമെങ്കിൽ അങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം. അല്ലെങ്കിൽ അതായത് നമ്മൾ ഡീപ്പായിട്ടല്ല ഫ്രൈ ആക്കുന്നത്, ഫ്രൈ ആണ്. അപ്പോൾ ഞാനൊരു അരഭാഗം ചിക്കനാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ ആ ഒരു കരക്കെടുത്ത സാധനം ഞാൻ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ പകുതി ഇതിലേക്ക് ഇട്ടു, പകുതി ഞാൻ രണ്ടാമത്തെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ തുറന്ന് വെച്ച് വേവിച്ചതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ